പറഞ്ഞല്ലോ, നമുക്ക് തൊടാൻ പറ്റാത്ത ക്വസ്റ്റ്യനുണ്ട്, പറ്റുന്ന ക്വസ്റ്റ്യൻ. ഇത് തൊടാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ 4A. ഈ 4B ഉണ്ട്, അത് ചിലർക്ക് തൊടാം ചിലർക്ക് തൊടാൻ പറ്റില്ല. ഓക്കെ, 4B വിറ്റാണ്. 4Bക്ക് ഇത്ര ആൻസർ ഉള്ളൂ ഇപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഉള്ളത്. പക്ഷേ സ്റ്റഡി മെറ്റീരിയൽ സജസ്റ്റഡ് കുറേ തന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലാവണ്ടെന്നറിയില്ല, അത്ര വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പറഞ്ഞതിന് ആൻസർ ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷെ ആൻസർ കീയിൽ ഒരു 1.5 പേജൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോവാം, എന്തൊക്കെ അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഉണ്ടാക്കി വെച്ചാൽ. ഓക്കെ, യെസ്. എനിവേ ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്യും. എന്താ ഇവിടെ സിറ്റുവേഷൻ എന്താ, ആദ്യം മൊത്തം വായിച്ചിട്ട് എന്താ നമുക്ക് മനസ്സിലായത്? 4A. Find the minimum number of children to cross the break-even. സിമ്പിൾ പരിപാടിയാണ്. ബ്രേക്ക്-ഇവൻ പോയിന്റ് കാണാനാണ്. ഓക്കെ അല്ലേ? ബ്രേക്ക്-ഇവൻ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ഏതാണ്? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടും. ഫിക്സ്ഡ് കോസ്റ്റ് ഇതേ ഡയറക്റ്റ് തന്നിട്ടുണ്ട് ഇവിടെ. ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടാ, ക്ലിയർ? ഇതിപ്പോൾ ഞാൻ പ്രാക്ടിക്കലി നോക്കാം. ഞാനൊരു ടൂറിസ്റ്റ് ഓപ്പറേറ്ററാണെന്ന് വിചാരിക്കാം. ക്ലിയർ? എനിക്ക് മൊത്തം ട്രിപ്പിൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര വരും? 5,18,130. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ കാറ്റലിസ്റ്റിൽ നിന്ന് ടൂർ പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു ടീമിനെ പറയാണ്. അപ്പോൾ അവരൊരു എമൗണ്ട് പറയും. പറയണമെങ്കിൽ ഇത്ര കുട്ടികൾ എന്ത് ചെയ്യണം, വേണം. അപ്പോഴേ ആ എമൗണ്ടിൽ പറ്റുള്ളൂ. കുട്ടികൾ കുറയുമ്പോൾ അതിനനുസരിച്ച് എമൗണ്ട് എന്ത് ചെയ്യും, കൂടും. ഓക്കെ അല്ലേ? ഈ കൂടുന്ന കോസ്റ്റ് ഏത് കോസ്റ്റാണ്? അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ഏത് മാത്രമേ ഉള്ളൂ? വാരിയബിൾ കോസ്റ്റാണ്. പക്ഷെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? 50,000 രൂപയാണ് ബസ്സിൻ്റെ വാടക എന്ന് വിചാരിക്കുക. 100 കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 50,000 ഡിവൈഡ് ബൈ 100. ഒരു കുട്ടിയിൽ എത്ര രൂപ ചാർജ് ചെയ്യാം? 500 രൂപ വെച്ച് ചാർജ് ചെയ്യും അല്ലേ? കുട്ടികൾ എന്ത് ചെയ്യാണ്? കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കോസ്റ്റ് എന്ത് ചെയ്യും? ഒരാൾക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും കൂടും. ഓക്കെ, ഇനി ഇവിടെ ഒരു കുട്ടിയിൽ നിന്ന് അവർ ചാർജ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ് പറഞ്ഞത്? 4,000 രൂപയാണ്. ഇതാണ് അവരുടെ സെയിൽസ് പോലെ. ഇതിൽ നിന്ന് എന്ത് ലെസ് ചെയ്താൽ മതി? നമുക്കറിയാം ഇക്വേഷൻ കിട്ടാൻ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടാൻ എന്താ ഇക്വേഷൻ? എന്താ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്? വർക്കിംഗ് നോട്ട് നമ്പർ 1 ഏതാ? സെയിൽസ് മൈനസ് ഏതാണ്? വാരിയബിൾ കോസ്റ്റ്. ഇത്ര ചെയ്യണ്ടുള്ളൂ. സെയിൽസ് എത്രയാണെന്ന് അറിയാം? 4,000. ഇനി എന്ത് കണ്ടാൽ പരിപാടി കഴിഞ്ഞ്? വാരിയബിൾ കോസ്റ്റ് കണ്ടാൽ പരിപാടി കഴിഞ്ഞു. വാരിയബിൾ കോസ്റ്റ് കാണാം. ഫസ്റ്റ് വൺ നോക്കൂ. ഫസ്റ്റത്തെ ട്രെയിൻ ഫെയർ പെർ ചൈൽഡ് പെർ ട്രിപ്പ്. ഒരു കുട്ടിനെ ബേസ് ചെയ്തിട്ടല്ലേ? ഒരു കുട്ടി ഒന്നില്ലെങ്കിൽ ട്രെയിനിൻ്റെ ഫെയർ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതേതാണ്? വാരിയബിൾ കോസ്റ്റാണ്, സംശയമില്ല. അടുത്തേതാ? മീൽ പെർ ചൈൽഡാണ്. ഒരു കുട്ടിയുടെ എന്താണ്? മീല്. കുഴപ്പമില്ലല്ലോ, അത് തന്നെയാണ് ഒരാൾക്ക് വരുന്നതാണെന്ത്? വാരിയബിൾ കോസ്റ്റാണ്. പിന്നെ അടുത്ത് ക്രാഫ്റ്റ് മെറ്റീരിയൽ പെർ ചൈൽഡ് പെർ ട്രിപ്പ് എത്രയാണ്? അതും തന്നെയാണ് വാരിയബിൾ കോസ്റ്റാണ്. അടുത്ത് റൂം റെന്റ് വാരിയബിൾ ആണ്, പക്ഷെ അതിൽ 4 കുട്ടികളെ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കുട്ടിക്ക് എത്ര വരിക? 760 പറഞ്ഞ ഒരു റൂമിനാണ്. 4 പേർക്കാണെങ്കിൽ ഒരു കുട്ടിക്ക് എത്ര വരും? അതാണ് ഇവിടെ 190. കണ്ടില്ലേ? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ഏതാണ്? ഒരെണ്ണം കൂടി ഉണ്ടതാ, ലോക്കൽ ട്രാൻസ്പോർട്ട് ഉണ്ട്. ഒരു വെഹിക്കിൾ എടുക്കും. ഇപ്പോൾ ജീപ്പൊക്കെ എടുക്കുമല്ലോ നമ്മൾ ട്രിപ്പിന് പോകുമ്പോൾ. അതിൽ എത്ര ആളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 6 പേര്. ഡ്രൈവർ കൂടാതെ എത്ര പേരാണ്? 6 പേര്. ഓക്കെ അല്ലേ? ഡ്രൈവറോട് കൂടെ 6 ആണെങ്കിൽ നമുക്ക് ഡ്രൈവറിൽ നിന്ന് പൈസ പിടിക്കാണ്ടില്ലല്ലോ. എത്ര 5 ആയിട്ടാണ് നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആവാം. അപ്പോൾ 1,200 ഡിവൈഡ് ബൈ 6. അപ്പോൾ ഒരു ട്രെയിനിൽ നിന്ന് എത്ര രൂപയാണ്? ലോക്കൽ ട്രാൻസ്പോർട്ട്. അങ്ങനെ ഒരു കുട്ടിക്ക് വരുന്ന വാരിയബിൾ കോസ്റ്റ് 2,990. ഓക്കെ അല്ലേ? ലെസ് ചെയ്താൽ എത്ര കിട്ടും? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 10 കിട്ടും. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരിക? കോൺട്രിബ്യൂഷൻ 513 സ്റ്റുഡൻസാണ്. ഇതിലൊരു ടിസ്റ്റ് ഉണ്ട്. എന്താ അറിയോ? ഡ്രൈവർ ടിസ്റ്റ് ഇല്ല. ഡ്രൈവർ അല്ല. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കും നിങ്ങൾ. അതിൽ ചെറിയൊരു ടിസ്റ്റ് ഉണ്ട്. നിങ്ങൾ 500 എത്ര കാണുക? 13 കണ്ടാൽ നിങ്ങളുടെ ആൻസർ എന്താണ്? തെറ്റാണ്. ഓക്കെ അല്ലേ? ഇവിടെ എന്താ ചോദിക്കുന്നത്? ഫൈൻഡ് മിനിമം നമ്പർ ഓഫ് ചിൽഡ്രൻ ടു ക്രോസ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ക്രോസ് ചെയ്തിട്ടുള്ള വേണ്ടത്. അപ്പോൾ 513 ഏതാണ്? ബ്രേക്ക് ഇവണാ. ക്രോസ് ചെയ്തിട്ടുള്ള 500 എത്രയാണ്? 14. എന്താല്ലേ? ക്ലിയർ അല്ലേ?
ഓക്കെ ആണോ? ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്ത് ChatGPT-യിലൊക്കെ ഇട്ട് നോക്കി. അങ്ങനെ തന്നെ അല്ലാതെ 513 എഴുതിയാൽ ശരിയാവുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഗ്രാമറ്റിക്കൽ അങ്ങനെ ആവില്ല. എത്ര തന്നെ വേണം? ഒരു ഡൗട്ട് എങ്ങനെ 500 എത്ര തന്നെ വേണം? 14 തന്നെ വേണം. അപ്പോൾ അതിലൊക്കെയാണ് എന്ത് ചെയ്യുക, ചിലപ്പോൾ എന്ത് ചെയ്യുക, മാർക്ക് പോവുക. ഇതിപ്പോൾ എത്ര 4A അല്ലേ? നമുക്ക് ഇവൻ ചെയ്തിട്ടുണ്ടോ നോക്കാം ഇതിൻ്റെ ആൻസർ. സിനാൻ എവിടെ? 4Aക്ക് സിനാൻ ഇല്ല, കയ്യിൽ നിന്ന് കൊടുക്കുക. ഓക്കെ, ലോൻ എന്താ ചെയ്ത് നോക്കിയാലോ എന്നാ. ത്രീ ബി 5A 2A. സിനാൻ ഇതണ്ട, ആ 2Aക്ക് എത്ര മാർക്ക് കിട്ടിയില്ല? 7 കിട്ടിയില്ലേ? 7 കിട്ടി. എത്ര പോയിന്റ് എഴുതിയുള്ളവൻ? 1 2 3 4 5 6 7 8ഓളം പോയിന്റ് എഴുതിയിട്ടുണ്ട്. 8 ഇവിടെ പിഴച്ചുണ്ട്, എന്തുണ്ടായാൽ അറിയില്ല. 5 മാർക്കുള്ളൂ. ഇതിപ്പോൾ ഏതായിരുന്നു? 4A അല്ലേ? അറ്റൻഡ് ചെയ്തില്ല തോന്നല്ലേ? അല്ല, മുകളിൽ കുറച്ച് സ്പീഡിൽ ഞാൻ മറിച്ചിരുന്നു. അവിടെ ഉണ്ടാണോ? 3A ഇല്ല, അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റിനൂടെ നോക്കാം. അത് ഞാൻ സമയം തരാം. വായിച്ചോ? നിങ്ങൾ വായിച്ചോ? ഇല്ല, നമുക്ക് ഒരുമിച്ച് വായിക്കാം. മാർജിൻ കോസ്റ്റിംഗ് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ. വായിച്ചാലോ? RRS Limited, a consumer good manufacturer, uses a large volume of tin containers which are sold on a returnable basis to their local distributors who are required to deposit 25 per tin refundable on return of the tin. സിംഗിത്രയുള്ളൂ. നോക്ക്, ഈ RRല്ലേ, അവർക്ക് എന്ത് വേണം? അവർ സാധനങ്ങൾ കൊടുക്കുമ്പോഴേ, ഇപ്പം നമ്മൾ ബിരിയാണി സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ട്രേ കൊടുക്കും, അറിയാലോ. എന്നിട്ട് 25 രൂപ എന്ത് ചെയ്യും? ട്രേ, ഇവിടെ ടിന്നാണ് പറയുന്നത്, ടിന്നാണ്, ടിന്നിൽ സാധനം കൊണ്ടുപോകും. ഓക്കെ അല്ലേ? ഓയിലാന്ന് വിചാരിക്കാം. ഓയിൽ എന്ത് ചെയ്യാം? ടിന്നിൽ കൊണ്ടുപോകും. അപ്പോൾ 25 റുപ്യ കൊണ്ടുപോകുന്ന ആളെന്ത് ചെയ്യണം? കൊടുക്കണം. തിരിച്ച് ടിന്ന് തിരിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും? പൈസ എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം. ഓക്കെ അല്ലേ? കടയിൽ നിന്നൊക്കെ പലതരത്തിലുള്ള സാധനങ്ങൾ ചെയ്യുമ്പോഴാണ് ട്രേ ഒക്കെ തരാറ്. ആ ടിന്നാണ്. ഈ 25 രൂപ ഒന്നും നമ്മുടെ കാൽക്കുലേഷനിൽ എന്ത് ചെയ്യുന്നില്ല, റോളില്ല. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ഈ ടിന്നില്ലേ, ഈ ടിന്ന് ഒരു പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? യൂസേജ് പറയുന്നുണ്ട്, നോക്കിക്കോളൂ. എത്ര കണ്ടിടാ? എത്ര നോക്കാം, വായിക്കാം. എത്രയോ ടൈം അത് ഉപയോഗിക്കും. ഒരു 10 ടൈം എത്രയെന്ന് അറിയാം നമുക്ക്? 6 to 8 എന്നുണ്ട്. ആടിയിൽ തന്നെ ഉണ്ട്. ഓക്കെ, 6 to 8 തവണ എന്ത് ചെയ്യും? ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. പിന്നെ അത് എന്ത് ചെയ്യേണ്ടി വരും? കളയേണ്ടി വരും. കളയാന്ന് പറഞ്ഞാൽ ആസ് ഇറ്റ് ഈസ്, ആ ടിന്നില്ലേ, കേടൊക്കെ ഉള്ള അങ്ങോട്ടുണ്ടെങ്കിൽ തട്ടിമുട്ടിയുള്ള ടിന്ന്, അത് അങ്ങനെ ഉണ്ട് വിൽക്കാം. അതിനെ നമ്മൾ എന്താ പറയാ? സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് പറയാം. എന്താ പറയാ? സെയിൽ ഓഫ് സ്ക്രാപ്പ്. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അഥവാ ഈ ടിന്നിന്റെ മുകളിലെ എന്താ പറയാ, അടപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ 2 സിറ്റുവേഷൻ അവിടെ പറയും. ഒന്നിരിക്കുക ആ ടിന്ന് എന്ത് ചെയ്യുക? റിസ്ക് ഒന്നും എടുക്കേണ്ട, എന്ത് ചെയ്യാണ്ട് വിൽക്കുക. വിറ്റാൽ എന്ത് കിട്ടും? ഇൻകം കിട്ടും. അപ്പൊ ഇൻകം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സെയിൽ ചെയ്താൽ എന്ത് കിട്ടും? ഇൻകം കിട്ടും. അല്ല, ആ സാധനം നമ്മൾ എന്ത് ചെയ്യാണ്? സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ബെനിഫിറ്റ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഡിസ്കഷൻ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. എന്താ ഞാൻ അടുത്ത് പറയുന്നത്? ഇപ്പം ഇതുവരെയല്ലേ വായിച്ച നമ്മൾ? ഇതുവരെ വായിച്ചു. ദ കമ്പനി ഇൻക്വയർ എ കോസ്റ്റ് ഓഫ് 32 per tin which depending upon its condition on return can be used 6 to 8 times. അപ്പോൾ ഒരു ടിന്നിന് അയാൾ എത്ര രൂപയാണ് ചെലവഴിക്കുന്നത്? 32 രൂപ വെച്ചിട്ടാണ്. മറ്റേ 25 എന്ന് മനസ്സിലായില്ലേ? കൊണ്ടുപോകുന്ന ആളുകളിൽ നിന്ന് എന്ത് ചെയ്യണം? മേടിക്കുന്ന ഒരു എമൗണ്ടാണ്. പിന്നെ ഈ അൺയൂസബിൾ ടിന്നില്ലേ, ലാസ്റ്റ് അവസാനിക്കുന്ന സമയത്ത് അത് 8 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യാൻ? വിൽക്കാൻ പറ്റും. ഒരു ടിന്നിന് എത്ര വെച്ച് വിൽക്കാൻ പറ്റും? 8. അങ്ങനെയാണെങ്കിൽ 15,000 ടിന്നില്ലേ,
അതിന് നിങ്ങൾക്ക് എത്ര രൂപ സെയിൽ ചെയ്താൽ കിട്ടും? 18,000, 1,20,000. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കണ്ടോ നിങ്ങൾ? ഇഫ് സോൾഡ് ആസ് സ്ക്രാപ്പ് എത്രയാം? 15,000 ഇൻറ്റു എത്രയാണ്? 8. എത്ര രൂപ കിട്ടും? 1,20,000 കിട്ടും. ഇത് നമ്മുടെ ഇൻകാണ് അല്ലേ, ബെനിഫിറ്റാണ്. ഇനി നമുക്ക് വേറെ ഓപ്ഷൻ അവർ പറയുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? വായിക്കും. ദ കമ്പനി ഹാസ് റിസീവ്ഡ് എ സജഷൻ ഫ്രം എൻ എംപ്ലോയി. ഒരു എംപ്ലോയി പറയണത്, സാറി, to cover such scrap unit into suitable lid for container. ഓക്കെ അല്ലേ? കണ്ടെയ്നറിന് എന്ത് ചെയ്യാണ്? ലിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൂടെ? ആസ് കോസ്റ്റ് റിഡക്ഷൻ പ്രപ്പോസൽ ഫോളോയിങ് ഡാറ്റ ഈസ് അവൈലബിൾ കൺസേൺ ദിസ് പ്രപ്പോസൽ. അപ്പോൾ താഴെ പറയുന്നതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആ ലിഡ് ഉണ്ടാക്കാനുള്ളത്. ഒരു എംപ്ലോയി എന്ന് പറയുന്നത്, സാറേ നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ അതിങ്ങനെ കളയണ്ടല്ലോ, വിൽക്കണ്ട, വിൽക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ ഇവിടെ തന്നെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ടോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ടിൻ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ടിന്നില്ലേ, ഈച്ച് റിജക്റ്റഡ് ടിൻ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എത്രയാണ്? 5 ലിഡ് ഓഫ് ക്യാപ്പബിൾ ക്വാളിറ്റി ആഫ്റ്റർ ഏതാണ്? റിജക്ഷൻ. ഓക്കെ അല്ലേ? ഈച്ച് റിജക്ഷൻ ടിൻ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? അപ്പോൾ ഒരു ടിന്നിൽ നിന്ന് 5 എന്തുണ്ടാക്കാൻ പറ്റും? ലിഡ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? പിന്നെ കോസ്റ്റ് ഓഫ് കൺവേർഷൻ എത്ര രൂപ വരും? ഇൻറ്റു ലിഡ് 50 പെർ ഏതാണ്? ഓക്കെ. അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കാൻ എത്ര വരും? 50 പൈസ. ഓക്കെ അല്ലേ? 50 രൂപ ഡിവൈഡഡ് ബൈ 100 എത്ര വരും? 0.50 പെർ ലിഡ്. അതാണ് കൺവേർഷൻ കോസ്റ്റ്. ആ സാധനം പൊളിച്ച് എടുത്തിട്ട് എന്ത് ചെയ്യുക, പരത്തി പിടിച്ച് ഉണ്ടാക്കി വരാനുള്ള മൊത്തം കോസ്റ്റ് ഉണ്ട്. അതിന് കോസ്റ്റ് ആയിട്ട് അതന്നെ ഉള്ളൂ. പിന്നെ ഈച്ച് ടിൻ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ടിന്നിൻ്റെ ഈച്ച് ടിൻ വെയിറ്റ് 1 കിലോഗ്രാമാണ്. ടിന്ന് പറ്റുന്നില്ലേ? ടിൻ ഒരു ലിഡിന് എത്ര വെയിറ്റ് ഉള്ളൂ? 120 ഗ്രാം ഉള്ളൂ. 1 കിലോഗ്രാം, പിന്നെ എത്രയാണ്? ഗ്രാം. ഓക്കെ അല്ലേ? അറിയാലോ 1 കിലോ. അപ്പോൾ കൂടുതൽ എത്ര കിട്ടും? അപ്പം ശരിക്കും എത്ര കിട്ടണം? 1 കിലോ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? 1000. 1000 എണ്ണത്തിൽ നിന്ന് 1000 ഡിവൈഡ് ബൈ 120 എത്ര വരും? 8 പോയിന്റ്. പക്ഷെ അത്ര കിട്ടുന്നില്ലല്ലോ. എത്ര കിട്ടുന്നുള്ളൂ? 5 കിട്ടുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് എന്താണ്? സ്ക്രാപ്പാണ്. ഏതിലെ സ്ക്രാപ്പ്? ഒന്ന് ഇമാജിൻ ചെയ്യണം. ടിന്നിനെ നിങ്ങൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? ലിഡാവും. അപ്പോൾ അവിടെ സ്ക്രാപ്പ് വരും എന്ന് ഉറപ്പല്ലേ? കാരണം നിങ്ങൾക്ക് ഈക്വലായിട്ട് കിട്ടുകയാണെങ്കിൽ 8ഓളം എന്ത് കിട്ടണം? ലിഡ് കിട്ടേണ്ടതാണ്. അത് ടോപ്പ് ഉണ്ടാക്കാൻ പറ്റേണ്ടതാണ്. പക്ഷെ നമ്മൾ എത്ര ഉണ്ടാക്കുന്നുള്ളൂ? 5 ഉണ്ടാക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അവിടെ സെയിൽ ഓഫ് സ്ക്രാപ്പ് ഉണ്ടാവുമെന്ന് മനസ്സിലായില്ലേ? സിനാനെ, സെയിൽ ഓഫ് സ്ക്രാപ്പ് ഉണ്ടാവത്തേ. അടുത്ത് വായിച്ചോ. ആ സ്ക്രാപ്പ് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന പറയുന്നത്? 5 രൂപ. വായിച്ചേ. സ്ക്രാപ്പഡ് ലിഡ് ആൻഡ് അതർ ഓഫ് കട്ട് ഓഫ് ദ ടിൻ ക്യാൻ ബി സോൾഡ് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും? 5 പെർ കിലോഗ്രാം. ഓക്കെ. പിന്നെ കമ്പനി റിക്വയർമെന്റ് ടു ലിഡ് ഇൻ 1 lakh പെർ മന്ത്. ഒരു മാസം എത്ര ലിഡ് വേണം? അതിപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്നാണ്. എത്ര രൂപയ്ക്കാ? 2. അപ്പോൾ 1 ലക്ഷം ഇൻറ്റു 2 എത്ര രൂപയ്ക്ക് അപ്പോൾ അവർ മേടിച്ചുകൊണ്ടിരിക്കുന്നത്? 50. എത്ര എമൗണ്ട്? 20 ലക്ഷം. 2 ലക്ഷം. 2 ലക്ഷത്തിനാണ് എന്ത് ചെയ്യുന്നത്? മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 50 പറഞ്ഞല്ലേ, സോറി. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇതാണ് നമ്മുടെ സംഭവം. ഈ ക്വസ്റ്റ്യൻ എന്താ ആവശ്യപ്പെട്ടത്? നമ്പർ 1 വായിക്കും. ഇവാലുവേഷൻ ഓഫ് പ്രപ്പോസൽ വിത്ത് സപ്പോർട്ടിങ് വർക്കിംഗ് വെദർ ഓർ നോട്ട് അക്സെപ്റ്റ് ദ പ്രപ്പോസൽ. ആ എംപ്ലോയി പറഞ്ഞ പ്രപ്പോസലില്ലേ, ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ? ഇതാണ് ഒരു ഓപ്ഷൻ. ഓക്കെ അല്ലേ? യെസ്. രണ്ടാമത്, ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് എസ്റ്റിമേറ്റ് സേവിങ് ദാറ്റ് വിൽ അക്രൂ ടു ദ കമ്പനി ഇഫ് പ്രപ്പോസൽ. ഈ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്താൽ എത്രയാണ് ഇവർക്ക് സേവ് ചെയ്യാൻ പറ്റുക? അതാണ് രണ്ടാമത്തെ എന്ത് സാധനം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തത് ഇതാ ശ്രദ്ധിച്ചോ, ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. സോൾഡ് ചെയ്താലുള്ള സ്ക്രാപ്പ് വാല്യൂ നമ്മൾ പറഞ്ഞു 1 ലക്ഷത്തി എത്ര? 20,000. കൺവേർട്ടഡ് ഇൻടു ലിഡ് ആക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പറയും. സേവിങ്സ്. നമ്മുടെ ലാഭം പോലെ അല്ലേ? എന്താ ലാഭം? എന്താ സേവിങ്സ് ഉണ്ടാവുക? വി വിൽ സ്റ്റോപ്പ് പർച്ചേസിങ് ഫ്രം ഏതാണ്? ഔട്ട്സൈഡ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? 15,000 അല്ലേ? ഇൻറ്റു ഏതാണ്? 5. നമുക്ക് മൊത്തം റിക്വയർമെന്റ് എത്ര?
മൊത്തം റിക്വയർമെന്റ് 1 ലക്ഷം ഉണ്ട്. പക്ഷെ നമുക്ക് അത് മേടിക്കാനുള്ള സാധനം ഇല്ല അവിടെ. മൊത്തം എത്ര ടിന്നുണ്ടാവും നമ്മൾ സ്ക്രാപ്പായിട്ട്? 15,000 അല്ലേ? ഒരെണ്ണത്തിൽ നിന്ന് എത്ര ലിഡ് ഉണ്ടാക്കാൻ പറ്റും? 5. അപ്പൊ എത്ര വരും? 75,000. ഈ 75,000 നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ കൊടുക്കണമായിരുന്നു? 2 രൂപ. അപ്പൊ ഇൻറ്റു 2, അപ്പൊ എത്ര രൂപ വരും? 1,50,000. ഓക്കെ അല്ലേ? ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, ഈ സാധനം, ഈ മുകളിലെ ടിന്ന് വിൽക്കുന്നതിന് പകരം നിങ്ങൾ സ്വന്തമായിട്ട് ആ ടിന്ന് ഉപയോഗിച്ച് 15,000 ടിന്ന് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യാണ്? ലിഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും? 1,50,000. കുഴപ്പമില്ല, ഞാൻ മുന്നോട്ട് പോട്ടെ. ഇനി ശ്രദ്ധിക്കണം, ഇതിൻ്റെ കൺവേർഷൻ കോസ്റ്റ് വരുന്നുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. ഈ 1,50 എന്താണ്? ബെനഫിറ്റാണ്. ഈ 1,20 എന്താണ്? ബെനഫിറ്റാണ്. ക്ലിയർ? പക്ഷെ വേറെ പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ സാധനം നിങ്ങൾക്ക് ഈ 15,000 യൂണിറ്റ് എന്ത് ചെയ്യാണ്? നിങ്ങൾ എന്ത് ചെയ്യാണ്? ഉപയോഗിച്ചിട്ട് 75,000 ലിഡ് ഉണ്ടാക്കണമെങ്കിൽ ലിഡ് വെറുതെ ഉണ്ടാവില്ലല്ലോ. അതിന് നിങ്ങൾക്ക് ഒരു കോസ്റ്റ് വരുന്നുണ്ട് വരെ. അപ്പം നിങ്ങളുടെ സേവിങ്സിന് അതെന്ത് ചെയ്യും? കുറയ്ക്കും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ബെനഫിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇത് കൂട്ടാൻ പറ്റില്ലല്ലോ. ഈ 1,50 നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുക? നിങ്ങൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാതെ വന്നാൽ നിങ്ങളുടെ എന്താണ്? ഒരു ബെനിഫിറ്റ് അല്ലേ? ആ ബെനിഫിറ്റിനെ കുറയ്ക്കും. പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാതെ വന്നാൽ പിന്നെ നിങ്ങളത് എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. ഓക്കെ അല്ലേ? ഉണ്ടാക്കാനുള്ള കോസ്റ്റ് എത്ര വരിക? 75,000 എണ്ണത്തിന് അല്ലേ? അഥവാ 15,000 ഇൻറ്റു 75,000 ലിഡിന് ഒരെണ്ണത്തിന് എത്ര? 50 പൈസ വെച്ചിട്ട്. അപ്പോൾ 75,000 ഇൻറ്റു 0.50 എത്ര വരും? 37,500. ക്ലിയർ ആണോ? ഇനി ഇതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് കൂടെ കിട്ടുന്നുണ്ട്. എന്താ? നിങ്ങൾ ആ ടിന്ന് എന്ത് ചെയ്യാണ്? എന്താക്കി മാറ്റി? ലിഡാക്കി മാറ്റി. അപ്പോഴും എന്ത് വരുന്നുണ്ടാവും? സ്ക്രാപ്പ് വരുന്നുണ്ടാവും. ആ സ്ക്രാപ്പ് സെയിൽ ചെയ്താൽ അതും നിങ്ങളുടെ എന്താണ്? ബെനിഫിറ്റ് ആണ്. അതും നിങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ആ ബെനിഫിറ്റ് കാണുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. എത്രയാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളതാണ്. 6,000 കിലോഗ്രാം കിട്ടും അത്ര നമുക്ക്. ഓക്കെ അല്ലേ? സ്ക്രാപ്പ് വിൽക്കുന്ന എത്ര രൂപയ്ക്കാ? 5 രൂപയ്ക്ക്. അത് തന്നില്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ ആണോ? അപ്പം ഈ 6,000ൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ കുറച്ച് വരിക. കോമൺ സെൻസ് അപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? സ്ക്രാപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. 6,000 എങ്ങനെ വന്നു എന്നുള്ളതാണ് ഡിസ്കഷൻ. ഞാൻ പറയാം. ഇമാജിൻ ചെയ്യാം. ഒരു ടിന്നിൻ്റെ വെയിറ്റ് എത്രയാണ്? 1 കിലോഗ്രാം ടിന്നിൻ്റെ വെയിറ്റ്. ഒരു ലിഡിൻ്റെ വെയിറ്റ് എത്രയാണ്? 120. ഇനി ഈച്ച് റിജക്റ്റഡ് ടിൻ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എത്രയാണ്? 5 ലിഡ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഒരു ടിന്നിൽ നിന്നും സ്റ്റാൻഡപ്പ് ഒരു ടിന്നിൽ നിന്ന് നമുക്ക് എത്ര കിലോഗ്രാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്? നമ്മളിങ്ങനെ മനസ്സിലാക്കിയത് 1 കിലോ പറഞ്ഞാൽ 1000 എന്താണ്? ഗ്രാമല്ലേ? 1000 ഗ്രാമും വെച്ചിട്ട് നമ്മൾ 8 എണ്ണം ഉണ്ടാക്കുക പറഞ്ഞ്. പക്ഷെ നമ്മൾ അത്ര ഉണ്ടാക്കുന്നില്ലോ. എത്ര ഉണ്ടാക്കുന്നുള്ളൂ? 5 ഉള്ളൂ. അപ്പൊ അതാണ് ഈ കാൽക്കുലേഷൻ. നിങ്ങൾ ഒരു ഈച്ച് റിജക്റ്റഡ് ടിൻ, ഒരു ടിൻ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ഉള്ള ടിന്നാണ്? 1000 കിലോഗ്രാം അല്ല, 1000 ഗ്രാം ഉള്ള ടിൻ. അതിന് നിങ്ങൾക്ക് 1000 ഗ്രാം ഉള്ളത്. പക്ഷെ അതിന് 5 ലിഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നുള്ളൂ? 5 × 120 600 ഗ്രാമേ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ? അതിന് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ബാക്കി എത്ര ഗ്രാം ഉണ്ട് യൂസ് ചെയ്യാത്ത? 400 ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ 1000 ടിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് എത്ര? 5 എണ്ണമാണ്. 5 എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത്? എത്ര കിലോഗ്രാമേ? 600. അപ്പൊ ബാക്കി 400 എന്താണ്? വേസ്റ്റ് ആണ്. 400 നമുക്ക് എന്തെന്ന് പറയാം? ഇങ്ങനെ അത് കാണുന്നതാണ്. ഇത് കണ്ട 1 - 0.6 രൂപ. ഞാൻ ഇവിടെ എന്താക്കി? 0.6 ഗ്രാം മീൻസ് വി വിൽ ഗെറ്റ് 600 ഗ്രാം ഈക്വൽ ലിഡ് ഫ്രം 1 ടിൻ. അപ്പോൾ സ്ക്രാപ്പ് എത്ര വരാ? 0.40 നാശമായി പോകും. 400 ഗ്രാം എന്നും പറയാം. 0.4 കിലോഗ്രാം ഓർ 400 ഗ്രാം. കുഴപ്പമില്ലല്ലോ. യെസ്. അപ്പോൾ 15,000 ടിന്ന്. അങ്ങനെ മൊത്തം എത്ര? 15,000 ടിന്നിൽ എത്ര? ഒരു ടിന്നിൽ നിന്ന് എത്രയാണ് നഷ്ടപ്പെടുക? 0.4. അങ്ങനെ 15,000 ടിന്നിൽ നിന്ന് എത്ര വെച്ച്? 0.40 വെച്ച് 6,000 കിലോഗ്രാം എന്ത് ചെയ്യും? നഷ്ടപ്പെടും. 1 കിലോഗ്രാം നഷ്ടപ്പെട്ടാൽ പറഞ്ഞാൽ നഷ്ടപ്പെട്ട് പറഞ്ഞതിൻ്റെ ചെറിയ പീസൊക്കെ അപ്പുറത്തും കിടക്കണ്ടാവും. ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ കറക്റ്റ്. ഇപ്പൊ ഡ്രസ്സ് കട്ട് ചെയ്ത് വരുമ്പോൾ തുണിയുടെ വേസ്റ്റ് വരില്ലേ? അതേപോലെ അത് ഒരെണ്ണത്തിന് 5 റുപ്യ വെച്ചിട്ട് വിൽക്കാം. അതും നിങ്ങളുടെ ബെനിഫിറ്റ് അല്ലേ? ഈ ബെനിഫിറ്റ് ഒക്കെ അങ്ങനെ മൊത്തം നെറ്റ് സേവിങ്സ് എത്ര വരാം? 1,42,500. ഇത്രേ ഉള്ളൂ.
ഓക്കെ. അപ്പം നിങ്ങൾ വിറ്റാൽ നിങ്ങൾക്ക് എത്ര രൂപയാണ്? 1,20,000. അല്ല, ഈ സാധനം വെച്ച് നിങ്ങളുടെ സ്വന്തം എന്ത് ചെയ്യാണ്, ലിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്താൽ എത്ര എമൗണ്ട് വരും? 1,42. ശ്രദ്ധിക്കണം കേട്ടാ. ഇരിക്കും ഈ ലിഡ് പുറത്തേക്ക്, അതിലൊന്ന് ഇത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഏതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? 1,50. ഇത് നിങ്ങളെങ്ങാനും എന്ത് ചെയ്യാണ്, 75,000 ലിഡ് ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് പുറത്തുനിന്ന് മേടിക്കേണ്ട. അപ്പം അത്രയും എമൗണ്ട് നിങ്ങൾക്ക് എന്താണ്, ലാഭമാണ്. പക്ഷെ അത് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് എത്രയാണ്? 37,000 വരും. ഇത് ഉണ്ടാക്കി വരുമ്പോൾ ലാസ്റ്റ് സെയിൽ ഓഫ് സ്ക്രാപ്പ് എത്രയാണ്? ബെനിഫിറ്റ് വരും. അങ്ങനെ നെറ്റ് ബെനിഫിറ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ വൃത്തിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം 1,50 എടുക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ 30 എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, കൺവേർഷൻ കോസ്റ്റ് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. എങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ 1,42,500 നിങ്ങൾക്ക് ഇതിൽ നിന്ന് എത്ര ലാഭം ഉണ്ടായത്? 1,20 ബെനിഫിറ്റ് ഉള്ളത് നിങ്ങളുടെ ബെനിഫിറ്റ് എത്രയാക്കി? 1,42,500 ആയിട്ട് എന്ത് ചെയ്ത് കൂടി. അപ്പം നിങ്ങളുടെ സേവിങ്സ് എത്രയാ? ഇത് കോസ്റ്റ് അല്ല കേട്ടാ. എത്ര? ഓക്കെ. അതാ ദ പ്രപ്പോസൽ ഷുഡ് ബി ആക്സെപ്റ്റഡ് ഡ്യൂ ടു നെറ്റ് പ്രോഫിറ്റ് ഓഫ് എത്ര? 22,500. ക്ലിയർ? ഇൻസ്റ്റെഡ് ഓഫ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ആസ് ഇറ്റ് ഈസ്. അങ്ങനെ പറഞ്ഞ സ്ക്രാപ്പ് ഏത്, മറ്റേ സ്ക്രാപ്പ് ഓഫ് എഴുതണം. സ്ക്രാപ്പ് ഓഫ് ആരുടെയാണ്? സ്ക്രാപ്പ് ഓഫ് ആരാ? ടിന്നിൻ്റെ സ്ക്രാപ്പ് അതുപോലെ വെക്കുന്നതിന് പകരം ഹാഡ് ബെറ്റർ ടു യൂസ് സച്ച് സ്ക്രാപ്പ് ടു പ്രൊഡ്യൂസ് ഏതാ? ലിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? ഇവാലുവേറ്റ് ദ പ്രപ്പോസൽ സപ്പോർട്ടിങ് വർക്കിംഗ് വെദർ ടു അക്സെപ്റ്റ് ദ പ്രപ്പോസൽ. അക്സെപ്റ്റ് ചെയ്യല്ലേ? രണ്ടാമത്തെ ഏതാ ചോദിച്ചത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് എസ്റ്റിമേറ്റ് സേവിങ് ദാറ്റ് വിൽ ഓക്കർ കമ്പനി പ്രപ്പോസൽ എസ്റ്റിമേറ്റ്. സേവിങ്സ് പറഞ്ഞാൽ എത്ര വരില്ല? 22,500. സേവിങ്സ് എങ്ങനെ കാണാം? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അല്ലേ? 1,20 പിന്നെ എത്രയാണ്? 1,42,500 തമ്മിലുള്ള എന്ത് കണ്ടാൽ മതി? വ്യത്യാസം കണ്ടാൽ മതി. ഓക്കെ അല്ലേ? യെസ്. അപ്പം അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. That's all.